ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുമസ് വചനം മാംസമായതിൻ്റെ ദിനം കൂടിയാണ്. അവൻ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. സ്വയത്തെ വെറുമയാക്കിയ സ്നേഹഗായകന്റെ ജനന വാർത്തയെറിഞ്ഞ് ആ ഉണ്ണിയെ കാണാൻ കിഴക്കു നിന്നുള്ള രാജാക്കന്മാരും ജ്ഞാനികളും എത്തുന്നു. ഇസ്രായേൽ വംശത്തിന് പുറത്തു നിന്നും യേശുവിനെ ആദ്യമായി സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണിവർ. ജ്ഞാനികളുടെ സന്ദർശനത്തിൽ പല പഴയ നിയമ പ്രവചനങ്ങളും നിവൃത്തിയാകുന്നത് നമുക്ക് കാണാം. യേശയ്യാ പ്രവാചകൻ പറയുന്നു, നിന്റെ പുത്രന്മാർ ദൂരെ നിന്നും വരും, അവർ സ്വർണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് വരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കാലിത്തൊഴുത്തിൽ പിറന്ന വീണിൻ്റെ രാജകുമാരന് വേണ്ടി പൊന്ന്, മീറ, കുന്തിരിക്കം എന്നീ കാഴ്ചകളുമായാണ് മണ്ണിലെ രാജാക്കന്മാരും ജ്ഞാനികളും എത്തുന്നത്. ദൈവാത്മജനെ കാണാനുള്ള തിടുക്കത്തിനിടയിൽ അവിടത്തേക്കുള്ള സമ്മാനപ്പൊതികൾ എടുക്കാൻ അവർ മറന്നുപോയില്ല. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയും പൗരോഹിത്യത്തെയും പീഡാനുഭവത്തെയും സൂചിപ്പിക്കുന്നതാണ് പൊന്നും കുന്തിരിക്കവും മീറയും. ഒരു പടി കൂടി കടന്നു ചിന്തിച്ചാൽ അത് അവരുടെ ആത്മസമർപ്പണം തന്നെയായിരുന്നു എന്ന് പറയാം. പൊന്ന് കാഴ്ചയർപ്പിച്ചതിലൂടെ തങ്ങളുടെ എല്ലാ അധികാരവും അവർ ക്രിസ്തുവിന് സമർപ്പിക്കുന്നു. കുന്തിരിക്ക സമർപ്പിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം അവർ ഉദ്ഘോഷിക്കുകയായിരുന്നു. മീറ സമർപ്പിക്കുന്നതിലൂടെ ക്രിസ്തു ഏറ്റെടുക്കുവാനിരിക്കുന്ന പീഡാനുഭവങ്ങളോടൊപ്പം അവർ തങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും യേശുവിന് സമർപ്പിക്കുകയായിരുന്നു. ഒപ്പം ലോകത്തിൻ്റെ കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവം ഭൂമിയിൽ പിറന്നു എന്ന് അവർ ഉദ്ഘോഷിക്കുന്നു. അഹത്തെയും അധികാരത്തെയും അഹങ്കാരത്തെയും ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളും പുൽക്കൂടാവുന്നത്. മനുഷ്യരക്ഷയ്ക്കായി പിറന്ന രക്ഷകന്റെ കൃപ സ്വീകരിക്കുവാനായി നമ്മുടെ കുറവുകളെ പരിഹരിച്ച് പൂർണ്ണമായ ആത്മസമർപ്പണത്തിലേക്ക് നമ്മുടെ ജീവിതവും നമുക്കൊരുക്കാം. നമ്മുടെ കളങ്കമില്ലാത്ത കർമ്മങ്ങൾ, നുണയുടെ നനവില്ലാത്ത നാവ്, ശുദ്ധമായ വിചാരങ്ങൾ, അനുതാപത്തിൻ്റെ അശ്രുഗണങ്ങൾ, പൊറുക്കുന്ന സ്നേഹം, വിശ്വാസത്തിൻ്റെ വിളക്ക് തുടങ്ങിയ നുറുങ്ങു കാഴ്ചകൾ അവിടത്തേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഉൾത്താരിൽ നിന്ന് അടർത്തിയെടുത്ത പരിശുദ്ധിയുടെ പരിമളമുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ ഉണ്ണീശു കാത്തിരിക്കുകയാണ്. അവയോടൊപ്പം നമ്മുടെ രോഗങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളുമെല്ലാം അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കാം. നമ്മുടെ കാണിക്കകളുടെ ചെറുമയെക്കുറിച്ചോ നിസ്സാരതയെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കേണ്ട. വിധവയുടെ ചെമ്പുതിട്ടുകളെ വാനോളം വാഴ്ത്തിയവനാണ് നമ്മുടെ നാഥൻ. കൊടുക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവത്തിലാണ് അവൻ്റെ ദൃഷ്ടി പതിയുക. പിറവി തിരുനാളിനായുള്ള ബാഹ്യമായ ഒരുക്കങ്ങൾക്കിടയിൽ ഒരു പിടി സുഹൃതങ്ങൾ കൂടി സ്വരുക്കൂട്ടാനും നമ്മുടെ അഹത്തെയും അധികാരത്തെയും അഹങ്കാരത്തെയും ഉപേക്ഷിച്ച് രാജ്യവും ശക്തിയും മഹത്വവുമുള്ള ദൈവത്തിന് മുമ്പിൽ സ്വയം സമർപ്പിച്ച് വിനീതനായി ശിരസ്സ് നമിച്ചു നിൽക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടേതായ ജീവിത വിളികളുടെ അൾത്താരകളിൽ തുടർ സമർപ്പണവുമായി ശിഷ്ടജീവിതം തീരട്ടെ. ദൈവത്തിന് എന്ന പോലെ അന്യോന്യം അർപ്പിതരാകാം. അപ്പോൾ ജീവിത ബലിവേദികളിൽ അനുനിമിഷം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളായി നമ്മുടെ ജീവിതാവസ്ഥകൾ പരിണമിക്കും. നമ്മുടേതായ ജീവിത തുറകളിൽ നമ്മുടെ സംരക്ഷണയിലുള്ളവരെ പ്രതിദിനം ദൈവസമം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു സമ്പൂർണ്ണ സമർപ്പണമായി നമ്മുടെ ചെറു ജീവിതങ്ങളെ മാറ്റിക്കൊണ്ട് സമർപ്പണത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതുവഴി ക്രിസ്തുമസ് ആഘോഷങ്ങൾ കൂടുതൽ അർത്ഥവത്താക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.